Welcome students, welcome to your science class. In this class we are going to study a new chapter, birds. This is chapter in second term. We have finished first term chapters. This is the first chapter in second term. Chapter name is birds. Do you like birds? Me too, I like birds also. So there are different kinds of birds. In this chapter we are going to study different kinds of birds according to their food and feeding habits. അവർ എന്താണോ ഫുഡ് കഴിക്കുന്നത്, അവർ ഫീഡിങ് ഹാബിറ്റ്സ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള അവരുടെ ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് ഈ ചാപ്റ്റേഴ്സിൽ നമുക്ക് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഓൾ ഓഫ് യു ലുക്ക് അറ്റ് ദ ബോർഡ്. സോ birds are categorized into two. Okay, one is flesh eating, next one grains, seeds and fruits. They eat grains, seeds and fruits. Some birds eat flesh and some eat grains, seeds and fruits. Clear? So birds use their beaks and claws to hold and eat their food. How they have or eat their food? They use their beaks and claws to hold and eat their food. To hold what they need? Claws. To eat they need beaks. അവരുടെ ബീക്സും ക്ലോസും യൂസ് ചെയ്തിട്ടാണ് എന്ത് കഴിക്കുക, ഫുഡ് കഴിക്കുക. അപ്പം ഫുഡിനെ ഹോൾഡ് ചെയ്യാൻ അവരെന്താ എടുക്കുക, നമ്മളെപ്പോലെ കൈ കൊണ്ട് പിടിക്കാൻ അങ്ങനെ പിടിക്കുന്ന പോലെ അവരെന്തുകൊണ്ട് അവരുടെ ക്ലോസ് കൊണ്ട് പിടിക്കും. എന്നോടോ ബീക്സ് യൂസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുക, ഫുഡ് കഴിക്കുക. ഓക്കെ, ബേർഡ്സ് യൂസ് ചെയ്യുക ബീക്സ് ആൻഡ് ക്ലോസ് ടു ക്യാച്ച് ചെയ്യുക, പിടിക്കാം. ടു ഹോൾഡ് ആൻഡ് ഈറ്റ് ദിയർ ഫുഡ്. ക്ലിയർ? അപ്പോൾ ക്യാച്ച് ചെയ്യാനും എന്തിനെങ്കിലും പിടിക്കാൻ വേണ്ടിയിട്ടും അവരെന്താ യൂസ് ചെയ്യുക, ക്ലോ അല്ലേ, അവരെ ക്ലോസ് യൂസ് ചെയ്തിട്ട് ക്യാച്ച് ചെയ്യും, അതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കും, എന്നിട്ട് ഈറ്റ് ചെയ്യും. ഓക്കെ, next one, the shape of a bird's beak and its claws are suited to the type of food it eats. Okay, എന്ത് ടൈപ്പ് ഫുഡാണോ അവർ കഴിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും എന്തായിരിക്കും അവരെ ബീക്സും ക്ലോസും മോഡിഫൈ ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ? ഒന്നുകൂടി ശ്രദ്ധിക്കുക. The shape of a bird's beaks and its claws are suited to the type of food it eats. ഏത് ടൈപ്പ് ഫുഡാണോ, വിച്ച് ടൈപ്പ് ഓഫ് ഫുഡ് അത് കഴിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ബീക്കും അതിൻ്റെ ക്ലോസും ഉണ്ടാവുക. ക്ലിയർ? സോ ഓൾ ഓഫ് യു ലുക്ക് അറ്റ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബീക്സ് അല്ലേ. അപ്പോൾ പല ബേർഡ്സിനും പല ബീക്സ് ആയിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബീക്സ് അവർ കഴിക്കുന്ന ഫുഡിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഫസ്റ്റ് വൺ ഇസ് സ്ട്രോങ്, ഷാർപ്പ് ആൻഡ് ഹൂക്ക്ഡ് ബീക്ക്. ക്ലിയർ? എന്താണ് സ്ട്രോങ്, ഷാർപ്പ് ആൻഡ് ഹൂക്ക്ഡ് ബീക്സ്? സ്ട്രോങ് മീൻസ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അല്ലേ. ഷാർപ്പ് മീൻസ് എന്താണ്, അത് നല്ല മൂർച്ച ഉണ്ടായിരിക്കും, ഷാർപ്പായിരിക്കും. ദെൻ ഹുക്ക്ഡ് മീൻസ് എന്താ, വളഞ്ഞിട്ടായിരിക്കും, ഒരു ഹുക്ക് പോലെ ഉണ്ടാവും. ക്ലിയർ? സോ there are some examples of birds here: eagle, vultures, hawks, kites and owls. Eagle you know അല്ലേ, പരുന്ത്. vulture മീൻസ് കഴുകൻ. ഈ ടൈപ്പ് അവളൊക്കെ മൂങ്ങ. അപ്പോൾ ഈ ടൈപ്സ് ബേർഡ്സിനൊക്കെ ഒരു പേര് പറയും, അതാണ് ബേർഡ്സ് ഓഫ് പ്രേ. എന്താണ് ബേർഡ്സ് ഓഫ് പ്രേ മീൻസ് ഇര പിടിക്കുന്ന പക്ഷികൾ അല്ലേ, ഇരപിടിയന്മാർ. അങ്ങനത്തെ പക്ഷികളെയാണ് ഈഗിൾ, വൾച്ചർ, ഹോക്സ്, കൈറ്റ്സ് ആൻഡ് ഓൾ. ക്ലിയർ? അപ്പോൾ അവരെ എങ്ങനെയാണ്, അവരുടെ ഫുഡ് എന്താണെന്ന് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പോൾ ബേർഡ്സ് ഓഫ് പ്രേ എന്നാണ് ഇര പിടിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിനെ ആയിരിക്കണം അവർ പിടിക്കാം അല്ലേ. ലുക്ക് അറ്റ് ഹിയർ, സ്മോൾ ആനിമൽ ലൈക്ക് ചിക്സ്, മൈസ്, ഫ്രോഗ് ആൻഡ് സ്നേക്സ് അല്ലേ. ഇവർ എന്തിനൊക്കെയാണ് പിടിക്കുക, ദേ ക്യാച്ച് സ്മോൾ ആനിമൽസ് ലൈക്ക് ചിക്സ് അല്ലേ, കോഴിക്കുഞ്ഞുങ്ങളെ, മൈസ് എലിക്കുട്ടികളെ, അങ്ങനെ ഫ്രോഗിനെയും സ്നേക്കിനെയും ഒക്കെ അല്ലേ. ഈഗിൾ സ്നേക്കിനെയും ഒക്കെ പിടിക്കുന്നത് കണ്ടിട്ടില്ലേ? നമ്മൾ ഡിസ്കവറി ചാനലിൽ കാണാം അല്ലേ, ആനിമൽ പ്ലാനറ്റ് ഒക്കെ തുറന്നു നോക്കിയാൽ കാണാം. അപ്പോൾ സ്മോൾ ആനിമൽസ് ലൈക്ക് ചിക്സ്, മൈസ്, ഫ്രോഗ് ആൻഡ് സ്നേക്സ് അല്ലേ. അപ്പോൾ ഇവരെയൊക്കെയാണ് ആര് പിടിക്കുക, അതാ ഈഗിൾ, വൾച്ചർ, ഹോക്സ്, കൈറ്റ്സ് ആൻഡ് ഓൾസ് അല്ലേ. അപ്പോൾ ദേ കോൾ ബേർഡ്സ് ഓഫ് പ്രേ. ക്ലിയർ? സോ അവരുടെ ബീക്ക്, ദിയർ ബീക്ക് മോഡിഫൈഡ് ആയിട്ട് അല്ലേ. അവരുടെ ബീക്ക് ആ ഫുഡിൽ പിടിക്കാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും, മോഡിഫൈ ചെയ്തിട്ടുണ്ട്, ആ ഒരു വ്യത്യാസം ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്തായിരിക്കും ബീക്ക്, സ്ട്രോങ് ആയിരിക്കും, സ്ട്രോങ്, ഷാർപ്പ് ആൻഡ് ഹൂക്ക്ഡ്. വൈ, എന്തുകൊണ്ടാണ് അല്ലേ സ്ട്രോങ് ആയത്? അപ്പം നമ്മൾ ജീവനുള്ള ഒരു പ്രേനെ പിടിക്കും അല്ലേ, ഒരു ജീവനുള്ള ഒന്നിനെ പിടിച്ച് കഴിക്കുമ്പം അതിന് ബോൺസും കാര്യങ്ങളൊക്കെ ഭയങ്കര അവർ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകും അല്ലേ. അപ്പം അങ്ങനെ സ്ട്രോങ് ആയാലും മാത്രം, അവരുടെ ബീക്ക് സ്ട്രോങ് ആയാലും മാത്രമേ എന്താവുള്ളൂ, അതിൻ്റെ പിടിച്ച്
ബോൺസും കാര്യങ്ങളൊക്കെ പൊട്ടിക്കാനും വലിക്കാനും ഒക്കെ സ്ട്രോങ് ആയിട്ടുള്ള ബീക്ക് തന്നെ വേണം അല്ലേ. അല്ലാതെ ടെൻഡർ ആയിട്ടുള്ള ബീക്കൊക്കെ ആണെങ്കിൽ വേഗം പൊട്ടിപ്പോവും. ദെൻ ഷാർപ്പായിരിക്കണം അല്ലേ. അവരെ ബോഡിയിലെ സ്കിന്നും ഇതൊക്കെ തുളച്ചിട്ട് വലിച്ചെടുക്കണമെങ്കിൽ അതിനുള്ളിലേക്ക് കടക്കണമെങ്കിൽ എന്തായിരിക്കണം, ബീക്ക് ഷാർപ്പായിരിക്കണം അല്ലേ. ഷാർപ്പ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കുത്തിയാൽ അങ്ങനെ തന്നെ അവിടെ കിടക്കും അല്ലേ, ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലില്ല. അപ്പം അതിന് ഷാർപ്പ് ബീക്കായിരിക്കണം. പിന്നെ എന്താ, സ്ട്രോങ് ആയിരിക്കണം. സ്ട്രോങ് അല്ലെങ്കിൽ വേഗം പൊട്ടിപ്പോവും. പിന്നെ എന്താണ്, ഹുക്ഡ് അല്ലേ. അപ്പം നമ്മൾ ഉള്ളിലേക്ക് കടത്തിയിട്ട് അതിനോട് വലിച്ചെടുക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ഹൂക്ഡ് ബീക്സ് തന്നെ വേണം അല്ലേ. അല്ലാതെ നേരെ ഒരു സൂചി പോലത്തെ ഒരു ബീക്കൊക്കെ ആണെങ്കിൽ അവിടെ കുത്തി വലിച്ചെടുക്കുമ്പോൾ അങ്ങനെ തന്നെ അങ്ങോട്ട് പോരും അല്ലേ. അപ്പോൾ ഹുക്ഡ് ആണെങ്കിൽ മാത്രമേ അതിന് കൊത്തി ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ കഴിയുള്ളൂ. സോ these birds have beaks like strong, sharp and hooked അല്ലേ. അപ്പോൾ എങ്ങനത്തെ ബീക്സ് ആണ് അവർക്കുള്ളത്, സ്ട്രോങ്, ഷാർപ്പ് ആൻഡ് ഹുക്ഡ് ബീക്സ് ആണ്. ഓക്കെ, ക്ലിയർ. സോ the examples are eagle, vulture, hawks, kites and owls. They are called birds of prey. ഒന്നുകൂടി നോക്കാം. Okay, all of you look at here. So birds are two types of flesh eating, and then another one eats grains, seeds and fruits. Next one, birds use their beaks and claws to catch, hold and eat their food. Clear. Next one, the shape of birds beak and its ക്ലോസ് അല്ലേ. ബേർഡ്സിൻ്റെ ബീക്കും ക്ലോസും എന്തിന് സ്യൂട്ടായിരിക്കും, എന്തിന് അനുയോജ്യമായിരിക്കും, ടു ദ ടൈപ്പ് ഓഫ് ഫുഡ് ഇറ്റ് ഈറ്റ്സ്. എന്ത് ടൈപ്പ് ഓഫ് ഫുഡാണോ അവർ കഴിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും. ക്ലിയർ. നെക്സ്റ്റ് വൺ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബീക്സിൽ ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കാനുള്ളത് സ്ട്രോങ്, ഷാർപ്പ് and hooked beaks ആണ്. So examples, you have to study these examples. Okay, so you have to study this one also, birds of prey. They are called birds of prey. This is eagle, vulture, hawks, kites and owls are the examples of birds of prey. Okay, next one, they eat small animals like chicks, mice, frog and snakes. That's why they are called birds of prey. Okay, so their beaks are strong, sharp and they have strong, sharp and hooked beaks to tear flesh അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്, ഫ്ലഷ് അല്ലേ, ഇറച്ചി ടയർ ചെയ്യാൻ അല്ലെ, വലിച്ച് മുറിക്കാൻ വേണ്ടിയിട്ട്. ലുക്ക് അറ്റ് ദിസ്, അവരെ ബീക്ക് കണ്ടില്ലേ, അതെന്തായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം, ഷാർപ്പ് ഉണ്ടല്ലേ, ഷാർപ്പായിരിക്കണം, നല്ല മൂർച്ചയുള്ളതായിരിക്കണം, ആൻഡ് ഹുക്ഡ് ഇതുപോലെ വളഞ്ഞിട്ടതായിരിക്കണം. ക്ലിയർ. ഓൾ ഓഫ് യു study this and you have to write and study this all points and read the textbook അല്ലേ. ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. എല്ലാവരും എന്തായിരിക്കണം, നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കണം. ഓക്കെ, കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, see you next class. Thank you.